മത്സ്യമില്ലേ, മത്സ്യം എന്ന് പറഞ്ഞാൽ അറിയാലോ, മീൻ അല്ലേ. ഈ മീനിൻ്റെ കാഷ്ടം വീണ വെള്ളം, ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു ബക്കറ്റ് വെള്ളം, ആ ബക്കറ്റ് വെള്ളത്തിൽ ഒരു മീനിനെ പിടിച്ച് തോട്ടുനിന്ന് പിടിച്ച് കൊണ്ടുവന്നിട്ട് ആ മീനിനെ ആ ബക്കറ്റിലിട്ടു. ആ ബക്കറ്റിലൂടെ ആ മീൻ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ആ മീൻ അതിലെന്ത് ചെയ്തിട്ടുണ്ട്, കാഷ്ടിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ മീൻ കാഷ്ടിച്ചു. ഇനി ആ വെള്ളത്തിൽ നിന്ന് അല്പം നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് തെറിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആയാൽ ആ വെള്ളം നജസല്ല. സാധാരണ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അല്പം മൂത്രമോ കാഷ്ടമോ ആയാൽ ആ വെള്ളം എന്താകും, നജസ്സാകും. അതുകൊണ്ട് ആ വെള്ളം പിന്നെ ഒതുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ ശരീരത്തിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് നിസ്കരിക്കാൻ കഴിയൂല. എന്നാൽ മീനിൻ്റെ കാഷ്ടം, മീൻ എന്ന് പറയുന്നത് ജലത്തിൽ ജീവിക്കുന്ന ജീവിയല്ലേ. ആ ജലത്തിൽ ജീവിക്കുന്ന ജീവിയായ മീനിൻ്റെ കാഷ്ടം ആ വെള്ളത്തിലായാൽ അത് മാപ്പ് നൽകപ്പെടുമെന്ന്. ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ അല്പം മീനുകളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ മീനുകൾ അതിൽ കാഷ്ടിക്കും. അങ്ങനെ കാഷ്ടിക്കുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒതു ചെയ്യാൻ പറ്റുമോയെന്ന്? പറ്റും, പ്രശ്നമില്ല. വെള്ളത്തിൽ മത്സ്യങ്ങളുടെ കാഷ്ടം നമുക്ക് എന്ത് ചെയ്യും, മാപ്പ് നൽകപ്പെടും. കാഷ്ടം നജസാണെങ്കിലും മത്സ്യത്തിൻ്റെ കാഷ്ടം വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്നതാണ് എന്ന്. അപ്പോൾ വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്ന ഒരു നജസ് കിട്ടി, അതേതാണ്, മത്സ്യത്തിൻ്റെ കാഷ്ടം. ഇനി മറ്റൊരു ജീവി നിങ്ങൾ കണ്ടുക്കണോ, അട്ട എന്ന് പറയുന്ന ജീവി. ഇത് അങ്ങനെ നടക്കുന്ന നമ്മുടെ കാലുമലൊക്കെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ വലിയ പരിചയം ഉണ്ടാവില്ല. വയനാട് ജില്ലക്കാർക്കൊക്കെ ഭയങ്കര അറിയും വേഗം. അട്ട നമ്മളിങ്ങനെ നടക്കുമ്പോൾ കാലും അങ്ങനെ കയറി പിടിക്കും, എന്നിട്ട് നമ്മൾ രക്തം ഇങ്ങനെ കുടിക്കുന്ന അട്ട എന്ന് പറയുന്ന ജീവി. ഈ ജീവി അതിൻ്റെ കാഷ്ടവും വെള്ളത്തിലായാൽ മാപ്പ് നൽകപ്പെടുന്നതാണ്. അപ്പോൾ മത്സ്യത്തിൻ്റെ കാഷ്ടം അതുപോലെ തന്നെ അട്ടയുടെ കാഷ്ടം, ഇത് രണ്ടും വെള്ളത്തിലാണെങ്കിൽ ആ വെള്ളത്തിന് മാപ്പ് നൽകപ്പെടും. ഇനി മൂന്നാമത്തെ ഒന്നാണ് ഒലിക്കുന്ന രക്തമില്ലാത്ത മൂട്ടനെ കണ്ടുക്കണം ഇല്ലല്ലേ. ആ മൂട്ട എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്. നമ്മളെ വീട്ടിലൊക്കെ കട്ടിലിൻ്റെ ആ ഇടയിലൊക്കെ വന്ന് ഇങ്ങനെ താമസിക്കും. എന്നിട്ട് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ടുണ്ടെങ്കിൽ ആ മൂട്ട മെല്ലെ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ശരീരത്തിൽ രക്തം കുടിക്കും. കൊതുകിൻ്റെ അതേപോലെ രക്തം കുടിക്കുന്ന ഒരു ജീവിയാണ് മൂട്ട. അതുപോലെ തന്നെ ഈ കൊതുക്, മൂട്ട എന്നിവയുടെ ശവം. ഒരാൾ കൊതുകിനെ കൊന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായി ആ വെള്ളത്തിലേക്ക് ആ കൊതുക് അങ്ങ് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ മൂട്ട വീണ് കഴിഞ്ഞാൽ, ചത്ത സാധനം നജസാണല്ലോ, ശവം നജസുകളുടെ കൂട്ടത്തിൽ നമ്മൾ എണ്ണിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊതുകെന്ന് പറയുന്ന ചത്ത ആ ശവം വെള്ളത്തിൽ വീണാൽ അതെന്തല്ല, നജസല്ലാന്ന്. എന്നാലൊരു പല്ലി ചത്തിട്ട് നമ്മളൊരു ബക്കറ്റ് വെള്ളത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ ആ വെള്ളം നജസാണ്, പിന്നെ ആ വെള്ളം നമുക്ക് ഒതുക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാലൊരു കൊതുകാണ് വീണത് എങ്കിൽ, അല്ലെങ്കിൽ ഒരു മൂട്ടയാണ് വീണത് എങ്കിൽ ആ വെള്ളം എന്തല്ല, നജസല്ല, മാപ്പ് നൽകപ്പെടുമെന്ന്. കൊതുകെന്ന് പറയുന്നതിൻ്റെ ശവൻ നജസാണെങ്കിലും വെള്ളത്തിലത് വീണ് കഴിഞ്ഞാൽ എന്താണ്, നജസല്ല, മാപ്പ് നൽകപ്പെടുന്നതാണ്. ഇപ്പോൾ വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്ന 4 നമ്മൾ പഠിച്ച്. ഏതൊക്കെ? ഒന്ന് മത്സ്യത്തിൻ്റെയും അട്ട പോലത്തെ ജലജീവികളുടെ കാഷ്ടം. മത്സ്യം, അട്ട പോലത്തെ ജലജീവികളുടെ കാഷ്ടം, ജലത്തിൽ ജീവിക്കുന്ന ജീവികളുടെ കാഷ്ടം വെള്ളത്തിൽ മാപ്പ് നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ കൊതുക്, മൂട്ട പോലത്തെ ജീവികളുടെ ശവവും വെള്ളത്തിൽ വീണാൽ മാപ്പ് നൽകപ്പെടുന്നതാണ്. ഓക്കെ. അപ്പം അവ വീണ വെള്ളം, മത്സ്യത്തിൻ്റെ കാഷ്ടമുള്ള വെള്ളം, അതുപോലെ അട്ടയുടെ കാഷ്ടമുള്ള വെള്ളം, കൊതുക്, മൂട്ട പോലത്തെ ചത്ത സാധനങ്ങൾ വീണ വെള്ളം എന്നിവ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കാം. നമുക്ക് ഒളു ചെയ്യാൻ ഉപയോഗിക്കാം. അത് നമ്മുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഒക്കെ നിസ്കരിക്കാൻ പോകുന്ന സമയത്തായാലും അതുകൊണ്ട് പ്രശ്നമില്ല എന്നാ പറഞ്ഞത്.